ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ലാലേട്ടനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നേരിട്ട് അവനൊന്ന് കാണണം. കേരളത്തിലകത്തും പുറത്തുമായി എണ്ണമറ്റ ആരാധകർ മോഹൻലാലിനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. ഫാൻസ് അസോസിയേഷനുകളുടെ ഭാഗമായും അല്ലാതെയും അവർ അദ്ദേഹത്തെ നെഞ്ചിലേറ്റുകയും ഉണ്ടാകാം. എന്നാൽ അതിലൊക്കെ സ്പെഷ്യലായി ചില ആൾക്കാരുണ്ട്. മോഹൻലാലിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ, ആ ഒരു കാണലിലൂടെ അവരുടെ ജീവിതം തന്നെ മാറിമറിയാൻ സാധ്യതയുള്ളവർ. അങ്ങനെ ഒരാളെ മോഹൻലാൽ ഒരിക്കലും കൈവിടുകയില്ല. അങ്ങനെ മോഹൻലാലിൽ എത്തുന്നവർ ഒക്കെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മോഹൻലാൽ അവരെ സ്വീകരിക്കുന്ന രീതിയൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇന്നിപ്പോൾ അതേപോലൊരു സ്പെഷ്യൽ ആളെ തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അനോണിനെ കാണാനാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത്. അനോണിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ലാലേട്ടനെ ഒന്ന് കാണുക എന്നത്. അത് ലാലേട്ടൻ സാധിച്ചു കൊടുത്തു. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു മകന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇതുവരെ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല, പക്ഷേ മോഹൻലാലിനെ അറിയിക്കാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അത് മോഹൻലാൽ അറിയുകയും അങ്ങനെ മോഹൻലാൽ അനോണിനെ കാണാൻ എത്തുകയുണ്ടായി. മലയാളത്തിന്റെ മോഹൻലാൽ എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. മലയാളികൾ അത്രയേറെ സ്നേഹിക്കുന്ന ഈ മനുഷ്യനെ, അനോണിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ലാലേട്ടനെ ഒന്ന് കാണുക എന്നത്. അവന്റെ ജീവിതത്തിലെ മനോഹരമായ നിമിഷം. ഇത് സമ്മാനിച്ച പ്രിയപ്പെട്ട ലാലേട്ടനെ വളരെയധികം നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാൻ പേജുകൾ ഇന്നേ ദിവസം എത്തിയത്. അനോണിന്റെ അച്ഛൻ പറയുന്നുണ്ട് അവന്റെ പല ആഗ്രഹങ്ങളും, ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൽ ഒന്ന് മാത്രമാണ് സാധിക്കാൻ പറ്റാതെ പോയത്, ലാലേട്ടനെ ഒന്ന് കാണിക്കുക എന്നത്. എന്നാൽ ഈ കണ്ടുമുട്ടലിലും ആ ഒരു പ്രസരിപ്പും ഒക്കെ അനോണിനുണ്ടായി. എല്ലാവരും ചേർത്ത് പിടിച്ച് മോഹൻലാൽ അവർക്കൊപ്പം നിന്നു എന്നതും വീഡിയോ ആയി പകർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. അന്ന് ലാലേട്ടനെ അറിയിക്കാമെന്ന് പറഞ്ഞത് ഇന്ന് ലാലേട്ടൻ അറിഞ്ഞ് അവരെ കണ്ടിരിക്കുകയാണ്. ഫാൻസ് അസോസിയേഷനാണ് ഇതിനൊക്കെ മുൻകൈ എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഹൃദയം നിറഞ്ഞ വീഡിയോ ആയിരുന്നു അവർ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചതും. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആരാധിക കൂടി മോഹൻലാലിനൊപ്പമുള്ള ആ സുന്ദര നിമിഷങ്ങളെ കുറിച്ച് ഓർത്തെടുത്ത് പറഞ്ഞത് കൗതുകം ജനിപ്പിക്കുകയുണ്ടായി. അത് മറ്റാരുമല്ല, മോൺസ്റ്റർ എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച ബാലതാരം ജസ് കുക്കു ആണ്. മോൺസ്റ്ററിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചതിന്റെ രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു ജസ് കുക്കു. അന്ന് താൻ ചെറിയ കുട്ടിയായിരുന്നതിനാൽ മോഹൻലാൽ വലിയ സ്റ്റാർ ആണെന്ന് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹത്തെ മിണ്ടാൻ പോലും സമ്മതിക്കാതെ നിർത്താതെ സംസാരിച്ചിരുന്നുവെന്നും ജസ് കുക്കു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി. തനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ അവ വാങ്ങിത്തന്നുവെന്നും ലൊക്കേഷനിൽ വെച്ച് ജന്മദിനം ആഘോഷിച്ചപ്പോൾ അദ്ദേഹം സമ്മാനങ്ങൾ നൽകിയെന്നും ജസ് പറയുന്നുണ്ട്. മോൺസ്റ്ററിൽ അഭിനയിക്കുന്ന സമയത്ത് മോഹൻലാൽ ഇത്ര വലിയ ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുഞ്ഞാണല്ലോ. അപ്പോൾ ആദ്യ ദിവസം മുതൽ ഞാൻ ലാലേട്ടനോട് ഒരുപാട് സംസാരിച്ചു. നിർത്താതെ മിണ്ടിക്കൊണ്ടിരിക്കും. അദ്ദേഹം ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയട്ടെ എന്ന് പറയും. പക്ഷേ ലാലേട്ടൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങും. എന്റെ ബർത്ത്ഡേക്ക് കുറെ സമ്മാനങ്ങൾ ആ സിനിമയിലെ എല്ലാവരും വാങ്ങിത്തന്നു. എനിക്ക് സ്ട്രോബെറി വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം സ്ട്രോബെറി ഇഷ്ടമാണോ എന്ന് ലാലേട്ടൻ എന്നോട് ചോദിച്ചു. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ വാങ്ങിത്തന്നാൽ കഴിക്കുമോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം എനിക്ക് കുറെ സ്ട്രോബെറീസുമായാണ് അദ്ദേഹം വന്നത്. ടെർബോയിൽ മമ്മൂട്ടിക്കൊപ്പവും അഭിനയിച്ച അനുഭവം ജസ് പങ്കുവച്ചിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വലിയ താരങ്ങളാണെന്ന് ആ സമയമായപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടെർബോയിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ ആദ്യം പേടിയായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് എന്നോട് സംസാരിച്ചു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നെല്ലാം ചോദിച്ചു. ദാവീദാണ് ജസിന്റെ ഏറ്റവും പുതിയ ചിത്രം. ഇതുകൂടാതെ രസകരമായ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ടൊവിനോ തോമസ് എത്തുകയുണ്ടായി. അതും മോഹൻലാലുമായി ബന്ധപ്പെട്ട് തന്നെ. ടൊവിനോ തോമസിനെ നായകനാക്കി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ARM എന്ന ചിത്രത്തിൽ ശബ്ദ സാന്നിധ്യമായി നടൻ മോഹൻലാലും എത്തുകയുണ്ടായിരുന്നു. മലയാളത്തിൽ മോഹൻലാലിന്റെ ശബ്ദത്തോടായിരുന്നു സിനിമയുടെ നരേഷൻ ആരംഭിച്ചത്. തമിഴിൽ വിക്രമും കന്നഡയിൽ ശിവരാജ് കുമാറുമായിരുന്നു വോയിസ് ഓവർ ചെയ്തത്. ARMന് ശേഷം മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ അടുത്ത് വോയിസ് ഓവർ ചെയ്യുമോ എന്ന് ചോദിക്കാൻ മടിയായിരുന്നുവെന്നും ഏറ്റവും ഒടുവിൽ ആ കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ സമീപിച്ചെന്നും ടൊവിനോ പറയുന്നുണ്ട്. മോഹൻലാലിനെ പോലെ ഒരു വലിയ നടന്മാരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ചെല്ലാൻ മടിയുണ്ടായിരുന്നുവെന്നും നമ്മളോടുള്ള സൗഹൃദം മുതലെടുക്കുകയാണെന്ന് ഒരിക്കലും അവർക്ക് തോന്നരുത് എന്നുണ്ടായിരുന്നുവെന്നും ടൊവിനോ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരുടെ വലിയ മനസ്സ് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെന്ന് ചോദിക്കാനൊക്കെ ഒരു മടിയായിരുന്നു. ഏറ്റവും ഒടുവിൽ ചോദിച്ചു. സോറി, ഏറ്റവും വൈകിയ വേളയിലാണ് ചോദിക്കുന്നതെന്നറിയാം എന്നൊക്കെ പറഞ്ഞു. ഇനിഷ്യൽ ആലോചനയിൽ തന്നെ ഇവരൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇവരുടെ അടുത്ത് ചെന്ന് ഞങ്ങളുടെ പടത്തിൽ ഒരു വോയിസ് ഓവർ ചെയ്തു തരുമോ എന്ന് ചോദിക്കുക? വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് നമുക്ക് എങ്ങനെ നേരിട്ട് ചെന്ന് ചോദിക്കാൻ പറ്റും? അത് അവരെ മുതലെടുക്കുന്ന പോലെ ഇരിക്കില്ലേ? പ്രത്യേകിച്ച് നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുന്ന ആൾക്കാരാകുമ്പോൾ. ഒടുവിൽ സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇതും കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞാണ് സമീപിച്ചത്. ഡബിങ്ങും ഒക്കെ നമ്മൾ ചെയ്തു തീർത്തതിന് ശേഷം ചെന്ന് ചോദിച്ചു. ലാലേട്ടനോട് ആന്റണി ചേട്ടൻ വഴിയാണ് ചോദിച്ചത്. നേരത്തെ പറയാമായിരുന്നില്ലേ, ചെയ്യാമായിരുന്നല്ലോ എന്ന മറുപടിയാണ് അവിടെ നിന്ന് കിട്ടിയത്. ആന്റണി ചേട്ടൻ തിരിച്ച് വിളിച്ചിട്ട് കണ്ടന്റ് അയച്ചു തരൂ, ചെയ്തു തരാമെന്ന് പറഞ്ഞ് അന്ന് തന്നെ അയച്ചു തന്നു. ഇത്രേ ഉണ്ടായിരുന്നോ എന്ന് അപ്പോൾ തോന്നി. ടൊവിനോയുടെ വാക്കുകൾ ഇതായിരുന്നു. മോഹൻലാലിന്റെ ഈ സമീപനമാണ് ഇന്നേ ദിവസം വലിയ രീതിയിൽ ചർച്ചയാകുന്നതും.